അങ്ങനെ ഞാനുണ്ടാക്കി വൈറൽ ബീഫ് കറി കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഈ ഒരു റീല് മാത്രമേ കാണുന്നുള്ളൂ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാക്കാൻ. അപ്പോൾ 2 ടൈപ്പ് ചില്ലി ആണ് ഞാൻ എടുത്തത്. ഒന്ന് കാശ്മീരി ചില്ലിയും ഒന്ന് സാദാ നല്ല എരിവില്ല മുളകും, രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചു. പിന്നെ ഇനി കുക്കർ എടുക്കുന്നത്, കുക്കർ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 800-900 ഗ്രാം ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. എന്നിട്ട് ചെറിയുള്ളിയും വഴറ്റി കൊടുത്ത് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്ത് പിന്നെ ബീഫും ഇട്ട് കൊടുത്ത് ഒരു എന്താ പറയുക, ഇതിൽ ഏകദേശം വെള്ളം ഉണ്ട്, ബീഫിൽ നിന്ന് തന്നെ വരും. അപ്പം ബീഫിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത് കഴിയുമ്പോൾ അത് അത്രത്തോളം വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറ്റിച്ച് വരണം. വറ്റിച്ച് വന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട്, എനിക്ക് കറിവേപ്പിലിടാണ്ടിരിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് കേട്ടോ, ഒരു സമാധാനക്കേടാ. അതാണ്, ഒന്നും വിചാരിക്കരുതേ. മല്ലിച്ചപ്പ് അതും ഇടാണ്ടിരിക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അതിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. മല്ലിച്ചപ്പും കറിവേപ്പില എൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ സംഭവം സെറ്റായിട്ടോ, ഭയങ്കര അടിപൊളിയാണ്. ഇതിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാത്തിനും കഴിക്കാൻ പറ്റും. ഞാനിവിടെ കൊടുക്കുന്ന പൂരിയും ഈ കറിയും കേട്ടോ. പത്തിരിയും ഈ കറിയും ഭയങ്കര കോമ്പിനേഷൻ എല്ലാം അടിപൊളിയാണ് കേട്ടോ. ചോറായാലും അടിപൊളിയാണ്. മൊത്തത്തിൽ ഈ ഒരു കറി എനിക്കിഷ്ടപ്പെട്ട്. കുറച്ച് എരിവുണ്ട്, എരിവുള്ളവർക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടമാവും. എരിവ് വേണമെങ്കിൽ കുറയ്ക്കാം, ചില്ലി ഫ്ലേക്സ് ഒന്ന് കുറച്ചാൽ മതി. എന്തായാലും സംഭവം അടിപൊളി.